തമാം നിങ്ങളുടെ എന്റെ മലയാളിയുടെ ആസിഫ് അലിയെ ഇങ്ങോട്ടങ്ങ് സ്വാഗതം ചെയ്യാതെ വാ എല്ലാരും ചേർന്ന്. ഒരു കാര്യമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിറകിൽ ബാനറുകളില്ലാതെ ചാൻസ് ചോദിച്ച് വരുന്നവനും ഉള്ളതാണ് സിനിമ എന്നുള്ളതിന്റെ തെളിവാണതായി നിൽക്കുന്നത്. അതിന് കൊടുക്കണം ഒരു വലിയ കൈയടി. എന്തോ ഒരുപാട് 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 നന്ദിയുണ്ട്, ഒരുപാട് സന്തോഷമുണ്ട്, ഒരുപാട് അഭിമാനമുണ്ട്. 15 വർഷം മലയാള സിനിമയിൽ തികയ്ക്കുക എന്ന് പറയുന്നത് ഒരു വലിയ സ്വപ്നം തന്നെയാണ്. പക്ഷെ ഇനി അങ്ങോട്ടുള്ള ഒരുപാട് ഒരുപാട് വർഷങ്ങൾ ഇതിനും വലുതും മികച്ചതും ആക്കും എന്നൊരു വാക്ക് തരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. താങ്ക് യു. ഈ സമയത്താണ് വാക്കുകളല്ല, അത് ആ ഫേസിലുണ്ട്. നിങ്ങൾ എല്ലാവരുടെയും സ്നേഹമുണ്ട് അതിനകത്ത്. നമുക്ക് നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു ചെറിയ ട്രിബ്യൂട്ടും കൂടി ആസിഫ്, നമ്മുടെ സ്റ്റാർ സിംഗേഴ്സ്, നമ്മുടെ ഇന്നത്തെ സിംഗേഴ്സിനെ ഇങ്ങോട്ടൊന്ന് സ്വാഗതം ചെയ്യണം പ്ലീസ്. എല്ലാവരും വരും. ഇതിൽ നിങ്ങളുടെ ഫേവററ്റ് ആസിഫ് പാട്ടുകൾ ഉണ്ടെങ്കിൽ അതിന് കൊടുക്കേണ്ട സ്നേഹം വലുതായിരിക്കണം കേട്ടോ. കാരണം ഇവിടെ നിൽക്കവേ ആസിഫിനെ നമ്മൾ കൊണ്ടുപോകാൻ പോകുന്നത് ആ സിനിമകളിൽ അഭിനയിച്ചപ്പോൾ ഉള്ള ഇമോഷൻസിലോട്ടാണ്. ഗെറ്റ് റെഡി ഫോർ എ ജേർണി ആസിഫ് ത്രൂ ഓൾ ദ മൂവീസ്, ഓൾ ദ ക്യാരക്ടേഴ്സ് യു ഹാവ് ഡൺ. ജാതി മല്ലി പൂത്തുകുളിരുമി താഴ്വാരം കോലമയിൽ തിരിമൊഴിയും മാറ്റോരം ചന്തമുള്ള പന്തലൊരു കണതാരെ ജാതി മല്ലി പൂ ഹേമന്തമിൻ കൈക്കുമ്പിളിൽ തൂവും നിലപ്പൂ പൂങ്കാറ്റുപോളിലെ പൂഞ്ചില്ല തേടുന്നു ഞാനിതാ കിളി പാടുന്ന പാട്ടിൻ്റെ കാതിൽ കളിയോടുന്ന വാക്കുപോലെ ആദിലോലം അനുരാഗം തേന്മാരിയ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ 15 വർഷത്തിന്റെ നമുക്ക് വേണ്ടി ചെയ്ത സിനിമകൾക്ക് ഒരു ആദരം നമ്മുടെ ഭാഗത്ത് നിന്ന് അങ്ങോട്ട് ഫ്രം ഗൾഫ് മാധ്യമം. ഗൾഫ് നൽകുന്നു ഗ്ലോബൽ ഹെഡ് ബിസിനസ് സൊല്യൂഷൻസ്. Hey guys, one round of applause everyone. Thank you. അത് വാങ്ങിച്ചു വെച്ചോളാം. Hey, once again, a picture, everyone together. Come on. അറിയോ, ഋതു എന്ന് പറയുന്ന സിനിമയാണ് ആസിഫ് ആദ്യമായിട്ട് അഭിനയിക്കുന്ന സിനിമ. അതിനു മുമ്പ് തന്നെ ഇന്ത്യ വിഷനിൽ പ്രസന്റർ ആയിട്ടുണ്ടായിരുന്നു. അതുപോലെ നമ്മളെല്ലായിടത്തും കാണുമായിരുന്നു. പക്ഷേ ഋതു എന്ന് പറയുന്ന സിനിമയിലൂടെയാണ് ആസിഫ് സിനിമയിലെത്തുന്നത്. അന്ന് അത് തുടങ്ങിയിട്ട് ഇന്നേക്ക് 15 വർഷം. 15 years of Asif in Malayalam cinema. We have something for you.
take a look at the video. This is Asif for the last 15 years. ഇത് സ്വപ്നങ്ങൾ കണ്ടു വളർന്ന ഒരു കുഞ്ഞി പയ്യന്റെ കഥയാണ്. സിനിമാ കഥകളെ വെല്ലുന്ന ജീവിതകഥ. ബാപ്പയെയും ഉമ്മയെയും കുഞ്ഞനിയനെയും ഒക്കെ വിട്ട് ബോർഡിംഗ് സ്കൂളിൽ പഠിച്ചു വളരേണ്ടി വന്നു. പഠിത്തത്തിലൊന്നും അത്ര മിടുക്ക് കാട്ടാതിരുന്ന ഒരു പയ്യൻ സിനിമാ നടനാകണമെന്ന മോഹവുമായി റേഡിയോയിലും TV ചാനലുകളിലുമൊക്കെ അവതാരകനായി പ്രത്യക്ഷപ്പെട്ട യുവാവ്. തന്റെ സിനിമാ മോഹം വീട്ടിൽ അറിയിക്കാതെ ഷൂട്ടിംഗ് സെറ്റുകളിൽ അവസരം ചോദിച്ചു പോയി സെക്യൂരിറ്റിയുടെ തല്ലുവാങ്ങി. ഒടുവിൽ ഋതുക്കൾ മാറി മാറി വന്ന 2009 ശ്യാമപ്രസാദിന്റെ ഋതു എന്ന ചിത്രത്തിലൂടെ ആ തൊടുപുഴക്കാരന്റെ മുഖം മലയാള സിനിമയുടെ തിരശ്ശീലയിൽ തെളിഞ്ഞു. ആസിഫ് അലി. ആദ്യ സിനിമയിലൂടെ തന്നെ തന്റെ പൊട്ടൻഷ്യൽ എന്താണെന്ന് തെളിയിച്ച ആസിഫ് അലിയെ പിന്നങ്ങോട്ട് മലയാളികൾ കണ്ടത് മലയാള സിനിമയിലെ തന്നെ അതിപ്രഗത്ഭരായ സംവിധായകരുടെ സിനിമകളിലായിരുന്നു. ഇങ്ങനെ പറഞ്ഞിട്ട് പോകുന്നത് കോൺഫിഡൻസ് സാർ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. ഹണീബിയിലൂടെയും കിളിബോയിലൂടെയും യുവാക്കളുടെ ഹരമായി മലയാളത്തിലെ നെക്സ്റ്റ് ബിഗ് തിങ് ആയി ആസിഫ് മാറി. ഒപ്പം ഇമേജിന്റെ ഭാരം ഒന്നുമില്ലാതെ ഒരു ലോഡ് ഗസ്റ്റ് റോളുകൾ. ഇതിന്റെ കോൺഫിഡൻസ് അല്ല, അഹങ്കാരം. വിജയങ്ങൾ മാത്രമുള്ള സ്വപ്ന തുല്യമായ ഒരു കരിയർ ഒന്നും ആയിരുന്നില്ല ആസിഫിന്റെ. ഞാൻ എൻ്റെ ഏറ്റവും മോശം ടൈമിലാണ്. ഇനി ഞാൻ ഒറ്റയ്ക്ക് മുന്നോട്ട് പോയാൽ അത് കൂടുതൽ മോശമാണ്. വീണിട്ടും വീണ്ടും എഴുന്നേറ്റ് നിൽക്കാൻ ശ്രമിക്കുന്ന ഒരു കുഞ്ഞിനെ പോലെ ആ വിജയങ്ങളിൽ നിന്നും പരാജയങ്ങളിൽ നിന്നും പാഠങ്ങൾ പഠിച്ച് ആസിഫ് അലി എന്ന നടൻ വളർന്നുകൊണ്ടേയിരുന്നു. തുടരെ തുടരെ വിജയങ്ങൾ നൽകി മറ്റൊരു മനോഹരമായ കോംബോയും മലയാള സിനിമയിൽ ജനിച്ചു. അതുകൂടാതെ അനുരാഗ കരിക്കും വെള്ളം, കെട്ടിയോളാണന്റെ മാലാഖ പോലെ നിരവധി സൂപ്പർ ഹിറ്റുകൾ. വിജയപരാജയങ്ങൾ നോക്കാതെ ആസിഫിന്റെ അതിഗംഭീര പ്രകടനങ്ങൾ കണ്ട കാറ്റ്, കൊത്ത്, കുറ്റവും ശിക്ഷയും, അപ്പോത്തിക്കിരി, ഒഴിമുറി എന്നിങ്ങനെ നിരവധി മികച്ച സിനിമകൾ. കണ്ണുകൾ കൊണ്ട്